ആലപ്പുഴ കലവൂരിൽ 73കാരി സുഭദ്രയെ കൊന്നു കൊഴിച്ചുമൂടിയ കേസിലെ പ്രതികളായ മാത്യൂസും ശർമ്മളയുമായി അന്വേഷണ സംഘം കർണാടകയിലേക്ക്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ കൊലപാതകം നടന്ന കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് സുഭദ്രയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതികളുടെ മൊഴി. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നു. നിഷ, നമുക്കറിയാം ഒരു പകൽ മുഴുവൻ നീണ്ടു നിന്ന തെളിവെടുപ്പാണ് മാത്യൂസ് ശർമ്മള ദമ്പതിമാരെ കൊണ്ടുവന്ന് ആ വീടും പരിസരത്തും ഒക്കെ തന്നെ നടത്തിയത്. ഇപ്പോൾ ഇവരെ കൂടുതൽ തെളിവെടുപ്പിനായി കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. എന്താണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം? കേസിൽ എന്തെങ്കിലും വഴിത്തിരിവ് ഇനിയും ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ നിഷ? വിനോദ്, ഇന്ന് രാത്രി തന്നെ അന്വേഷണ സംഘം സുഭദ്ര വധക്കേസിലെ പ്രതികളായ മാത്യൂസും ശർമ്മളയുമായി ഉടുപ്പിയിലേക്ക്, കർണാടകയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവിടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം സുഭദ്രയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതിനു ശേഷം പ്രതികളായ മാത്യൂസും ശർമ്മളയും പോയത് നേരെ കർണാടകയിലെ ഉടുപ്പിയിലേക്കാണ്. അവിടെ സുഭദ്രയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഇവർ കൈക്കലാക്കിയിരുന്നു. ഈ സ്വർണ്ണാഭരണങ്ങൾ ഉടുപ്പിയിൽ വിൽക്കുകയുണ്ടായി. ഈ ജുവലറിയിൽ കൊണ്ടുപോയി, വിറ്റ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനായാണ് പ്രതികളുമായ അന്വേഷണ സംഘം കർണാടകയിലേക്ക് യാത്ര തിരിച്ചത്. ഇന്നാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന പ്രതികളെ ഇന്നാണ് കോടതി പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയത്. 8 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഈ 8 ദിവസം കൊണ്ട് പ്രതികൾ കൊലപാതകത്തിന് ശേഷം പോയി താമസിച്ച ഇടങ്ങളിലടക്കം പോലീസിന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതിന് ആദ്യ പടിയെന്നോണം ഈ കൊലപാതകം നടന്ന കലവൂർ കോർത്തുശ്ശേരിയിലെ മാത്യൂസിന്റെയും ശർമ്മളയുടെയും വാടക വീട്ടിൽ 2 പ്രതികളെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവിടെ നിന്നാണ് നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചത്. സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ വീടിന്റെ ഒരു മുറിയിൽ കുറെ സമയം ഈ മൃതദേഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് വെച്ചിരുന്ന തലയണയും ഒപ്പം തന്നെ ചില വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും ഈ മാത്യൂസും ശർമ്മളയുടെയും വാടക വീടിന്റെ തൊട്ടടുത്ത ഒരു പുരയിടത്തിൽ ചതുപ്പ് പോലെ ഒരു പ്രദേശമുണ്ട്. അവിടെ നിന്നും കണ്ടെടുക്കുകയുണ്ടായി. മാത്രമല്ല സുഭദ്രയെ കഴുത്തിൽ ഷാൾ ഉപയോഗിച്ച് കുരുക്കി നെഞ്ചിൽ ചവിട്ടി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. വളരെ കൃത്യമാണ് നിഷ ദിലീപ്. അവരെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അവർ കൊലപാതകത്തിന് ശേഷം കർണാടകയിലെ ഉടുപ്പിയിലേക്കാണ് പോയത്. അവിടെയാണ് സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിച്ചത്. അതിൻ്റെ തെളിവ് കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ തന്നെ പ്രതികളെ ഉടുപ്പിയിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.